നിങ്ങൾക്കൊക്കെ ഈ മഴ കാണുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? പണ്ട് സ്കൂളിൽ കുട നനയാതിരിക്കാൻ കുട ബാഗ് വെച്ചിട്ട് ഓടുമായിരുന്നു. അന്നും പാഴ് ഇന്നും പപ്പാഴ്. ഈ PT പീരീഡിന് മഴ പെയ്യുന്ന അറിയാവോ? യൂണിഫോം എന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ ക്ലാസ് ഇരുന്നിട്ടുണ്ടാ, അതും ജട്ടി പോലും ഇടാതെ. അത്രയൊന്നും വരൂലല്ലേ? ഇപ്പൊ ഇട്ടിട്ടുണ്ടാ? ഇപ്പോഴത്തെ കാര്യം തിരക്കണ്ട, പഴയ കാര്യം പറഞ്ഞാൽ മതി. പണ്ട് മഴയത്ത് റസ്യ കൊടയായിട്ട് പോവാൻ നേരത്ത് ഞാൻ ആ കൊടയിലോട്ട് അടുത്തൂടെ ഓടിപ്പോയെന്ന് കൊടയില്ലാഞ്ഞോണ്ട് മൊത്തം കേക്ക്. പണ്ടളിയെ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് കോലം കാണുമായിരുന്നു, മെലിഞ്ഞ് ഒന്നുപോലെ ഇരുന്നേ. പക്ഷെ എവ എന്റെ കൂടെ അടക്കുമ്പോ എല്ലാരും ഞങ്ങളെ 10 പോണെന്ന് പറയണത്. ബോഡി ഷേമിങ് ചെയ്യാതെ ഒന്ന് അപ്ഡേറ്റ് ആകും. എന്നെ പറഞ്ഞപ്പോ എന്താ അപ്ഡേറ്റ് ബഗ്ഗായ? ഈ കാലാവസ്ഥയിൽ പണിക്ക് പോകാൻ പോലും തോന്നൂല. അല്ലാത്തപ്പോ ഇയാളായിരുന്നു കുടുംബം നോയിക്കൊണ്ടിരുന്നത്. 2 മാസോടെ കഴിഞ്ഞ 2025. ഇപ്പോഴും മഴയുടെ ചന്തിയിൽ അടിച്ചോണ്ട് അവിടെ ഇരി. 2025 ഞാൻ പണിക്ക് പോവേ. അതിന് ഇനി 2 മാസം ഉണ്ട്, അതീ പോന്ന് പറയരുത് അമുത് ഗണ്ടേ. ക്ലാസ്സിൽ സംസാരിക്കുമ്പോ പെണ്ണുങ്ങളെ ഇടയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ടാ? അന്നതിന് ശപിച്ചു, അന്നതിന് കൊതിക്കുന്നു. സത്യം. മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ടീച്ചർ വിടാണ്ട് ക്ലാസ്സിൽ ഇരുന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനും ഇല്ല. എടാ ഇവ ഒഴിച്ചിട്ടുണ്ടോ? എടാ ആരെയും ഒഴിച്ചാണോന്ന് വിചാരിച്ച് ഒറ്റ കയറി എന്നെ. മഴ തീർന്നു. പറയാൻ കണ്ടനും തീർന്നു. ബാബുവ അയ്യോ അച്ഛൻ അല്ല മോൻ. അച്ഛൻ താമസിച്ചെന്ത്? ചന്ത ഭയങ്കര തിരക്കായിരുന്നു. പറഞ്ഞു വിട്ട സാധനം മേടിച്ചുകൊണ്ട് വന്നോ? ഇത് ഗേൾസിനുള്ളതല്ലേ, ബോയ്സിനുള്ളത് എന്തേ? 19 കൊല്ലമായിട്ട് ജീവിക്കുന്നില്ലേ? ഇതുവരെ മനസ്സിലായില്ലേ? അത് നിങ്ങളെ മോനായി ജനിച്ച എന്നെ പറഞ്ഞാ മതി. ഏത് സമയത്ത് ഈ കിൻഡർ ജോലി ഇത്രയും വ്യത്യസ്തത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കിൻഡർ ജോയിയാ? അച്ഛാ, ചേട്ടനോട് കളിച്ചു നടന്നവർക്കൊക്കെ 2 പിള്ളേരായി. നിങ്ങൾ അങ്ങനെ അടുത്ത് പണിക്കുവാൻ പറഞ്ഞേ. എടാ മോനെ, ഇത് പറയാൻ ഞാൻ അവന്റെ അടുത്തോട്ട് ചെല്ലുമ്പോ അവ അച്ഛനും ഞാൻ മോനുമായി പോകൂടാ. ഇയാളിത് എന്തോന്ന് അച്ഛൻ? എന്താടാ ഈ സാധനം അവിടെ ഇട്ട് ചെല്ലി പോ. വലിയ പരിപാടിയാണല്ലോ. ഇതാര് മോനെ? പടയാളിയാ. ഏത് രാജ്യത്ത്? വെറുതെ. നീ വെറുതെയാന്ന് എനിക്കറിയാം. ചേട്ടാ, സമയം കളയും ലോകത്ത് എന്തോരം ജോലികളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയെന്ന്? അല്ല ചേട്ടാ, എന്തോ ഇവിടെ ചെയ്യുന്നത്? എടാ, രാവിലെ 10 മണിക്ക് എണീച്ച് കുളിച്ച് റെഡിയായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. 1 മണിയാകുമ്പോൾ അമ്മ ചോറുണ്ടായി കഴിഞ്ഞാൽ 1 ചാമ്പ ഞാൻ ചോറ് കഴിക്കും. നിങ്ങൾ കഴിക്കൂ? ഇല്ല. ഇന്ന് എന്നെ കുളിച്ചോണ്ടിരിക്കാൻ ടാങ്കിലെ വെള്ളം തീർന്നു. ആരാ മുട്ടിട്ടെ? ആരാ? ഞാൻ. അതുകൊണ്ട് നിങ്ങൾ 2 പേരും കുളിച്ചു. അത് പിന്നെ എനിക്ക് ജോലിക്ക് പോണ്ടേ? നീ ഈ ജോലിക്ക് വന്ന സമയത്ത് അച്ഛനെ അമ്മയെ നോക്കാൻ ആരുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കെ. ഈ വടി പോലെ നിൽക്കുന്ന മനുഷ്യൻ ഊന്നുവടിയായില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രം നീ പറയരുത്. വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സൂര്യനാരായണ വർമ്മയാണ് ഞാൻ. രച്ചപ്പൂടെടുത്ത് വിരലിട്ട് വായിലിട്ടിരി. അച്ഛാ, എന്റെ പടയാളി തന്നില്ലെങ്കിൽ ഞാൻ കൊല്ലാളിയാവും. എന്നാലും ആരായിരിക്കും അതെടുത്ത്? അവളുടെ തന്തയായിരിക്കും. ഫോൺ എടുത്തിട്ട് ആറാ നിന്നെ കാണണമെന്ന്. തന്തമാർക്ക് കേരളത്തിൽ റോളില്ല. അതിന് എന്റെ തന്തയെടുത്തും പറയുന്ന കാര്യമാണ്. ഇപ്പൊ വരുമ്പോ ഞാൻ പറയും മോളെ കെട്ടിച്ചെന്നില്ലേ തൂക്കിയെടുത്തോണ്ടങ്ങ് പോകും. വരുന്നുണ്ട്. ചേട്ടനാന്ന് തോന്നല്ലേ? ചേട്ടന്മാർക്ക് കേരളത്തിൽ റോളുണ്ടോ? ചെറുതായിട്ട്. ഇവളുമായിട്ട് പ്രേമത്തിലായിട്ട് എത്ര ആളായടാ? 2 കൊല്ലോ? 2 മാസം ബ്രോ. നിന്റെ ഫോണിങ് എടുത്ത്. ബുദ്ധിമുട്ടാ. നീ ഇവളെ എത്ര തവണ മൊത്തത്തിൽ കണ്ടിട്ടുണ്ടാ? ഇന്നും കൂടെ ചേർത്ത് 1 വട്ടം. അപ്പൊ അതിന് മുമ്പോ ഇൻസ്റ്റാഗ്രാമത്തിൽ വീഡിയോ കോള്. പൂപ്പി എന്റെ മുമ്പിൽ ചടിച്ചോണ്ടല്ലേ? പൂപ്പി, നിന്നെ അടിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. ചേട്ടനാന്ന് പറഞ്ഞ് പോക്കൃത്തരം കാണിക്കരുത്. അവക്ക് ആദ്യം ക്രഷ് അടിച്ചെന്ന് പറഞ്ഞ. ഇതെന്തുവാന്നറിയാവോടാ? എന്റെ പൂപ്പിയുടെ മൃദുലമായ കൈ. ഇത് ഞാൻ മേടിച്ചു കൊടുത്തൊന്നുമല്ല. അല്ല, 5 മാസം മുമ്പ് എൻഗേജ്മെന്റിന് ഞാൻ ഇട്ട് കൊടുത്തത്. എൻഗേജ്മെന്റ് അടുത്ത മാസം അവരുടെ കല്യാണമാടാ. അവന് നല്ല റോളുണ്ട് കേട്ടാ. പൂപ്പി അല്ലടാ, മഞ്ചാടി. ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് മാറത്തില്ലേ? അയ്യോ, ഞാൻ മാറി ബ്രോ. ഇടയ്ക്ക് വിളിക്കുമ്പോ എൻഗേജ്ഡ് ആവുന്ന അല്ലാതെ എൻഗേജ്മെന്റ് കഴിഞ്ഞാലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആറ്റനോറ്റൊരു കല്യാണം റെഡി ആയതാ ബ്രോ. വിവാഹത്തിന്റെ ഇടയ്ക്ക് വിഹിതം ഉണ്ടാക്കാൻ വരരുതേ. ആക്ച്വലി എനിക്കൊരു ക്രഷേ ഉള്ളു അവനോട്. എനിക്ക് സ്കോഷ് അടിച്ച് തന്നിട്ടല്ല അവന് നീ ക്രഷ് അടിച്ചു കൊടുക്കേണ്ടത്. കല്യാണം കുറിഞ്ഞ വാട്സപ്പ് ഇട്ടേക്കാം. ആ പരിസരത്ത് ഞാൻ കാണത്തില്ല. താങ്ക് യു. വിളിക്കുമ്പോ സ്റ്റേഷനിലോട്ടൊന്ന് വരണം. പോലീസ് സ്റ്റേഷനിലോ? റെയിൽവേ സ്റ്റേഷനിൽ. മനുഷ്യകൊല്ലത്തിൽ നടന്നുകൂടാടാ നിനക്കൊക്കെ. എന്റെ പൊന്നു പറ്റി ഡാൻസേഴ്സ് എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. ഞാൻ അവളെ ആദ്യമായിട്ട് കാണുക. ഞാൻ എങ്ങനെ തുടങ്ങണം? മച്ചാൻ, നിന്റെ ഇൻസ്റ്റയിലെ ഡാൻസിന്റെ അടിയിൽ അവള് വന്ന് തീയിടുന്നുണ്ടെങ്കിൽ അവക്ക് നിന്നോടുള്ള പ്രേമം ആള് നിക്കാണ്. തീ തന്നെയാണോ ഇവിടെ ഇടുന്നത്? എന്താടാ നിനക്ക് അണക്കണ? അടിച്ചണക്കി ഞാൻ. മച്ചാ വന്നിട്ടാണ്ടാ എൻ ദേവതേ. ഹായ് രാമു. റാമു,
എന്തിനാണ് രാമുവിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു? ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. ഓ ഡിസ്കസ് ചെയ്തോളൂ. ആ ചേട്ടൻ പോലെ ചേട്ടനും വേണം. ഓ മീ ടു. നിങ്ങൾ എങ്ങനെ ഡാൻസ് പഠിച്ചത്? പഠിച്ചത് വലിയതോ സ്ഥലത്താ. എവിടെ? പഠിച്ചത് വലിയതോ സ്ഥലത്താന്ന്. അതാ എവിടാ? അൽഹംദുലില്ലാ പഠിച്ചല്ലോ. ഹൈറ്. അപ്പൊ നിങ്ങൾ ഡാൻസേഴ്സ് അല്ല? ഇതല്ല, ഞങ്ങളുടെ കല്യാണത്തിന് സിനിമാറ്റിക് മതി. നമ്മുടെയോ? അല്ല, ഞങ്ങളുടെ. വേണു എന്തായി? ഡാൻസ് തുടങ്ങാം. ഇതിനാണോ ഏഷ്യൻ പെയിന്റ്സിലെ നമ്പർ 1 ഡാൻസേഴ്സിനെ നീ വിളിച്ചു വരുത്തിയ? സോറി. ഡാൻസ് കളിക്കാൻ കഴിവില്ലാഞ്ഞിട്ട് നിങ്ങൾ കളിക്കുന്നില്ലേ? ഇവനാ ധൈര്യം ഇല്ലെന്നേ. പ്രഭുദേവയായിട്ട് അടുത്ത മാസം ഒരു കരാറ് ഒപ്പിട്ടേക്കിയ, ഒഴിവില്ല. ഓ അവള് കളിയാക്കുന്ന രീതി പ്രോത്സാഹിപ്പിച്ചു കളഞ്ഞ. അതെ, ഇപ്രാവശ്യത്തെ പള്ളി പെരുന്നാളിന് ജോസിന്റെ സ്റ്റാള് പൂട്ടിക്കണം. കൂട്ടാളിയോ? അതല്ലേലും 10 മണിയാകുമ്പോൾ പൂട്ടുമല്ലോ. മോത കഴിഞ്ഞ് കച്ചവടം പൊളിക്കണോന്ന്. അയ്യോ, അവിടുത്തെ പൊളി കച്ചവടാ. എന്റെ മാസം നിനക്ക് മനസ്സിലായോ? അലക്സേ, നീ മുൻകൈ എടുക്കണം. മുൻകൈ എടുക്കണം. എടുക്ക സമയമുണ്ടല്ലോ. എടാ, ഞാൻ അവന്റെ അടുത്ത് ഇഷ്ടമാണെന്നല്ലോ പറഞ്ഞു. അവൻ ഇത്ര നാണം വരാൻ. അവനിപ്പോ ഏതോ പെണ്ണുമായിട്ട് വിളിയും ചിരിയൊക്കെ ഉണ്ട്. അതിനുശേഷം ഇല്ലാത്ത ക്യൂട്ട്നെസ്. നീ അവനെ വീക്ഷിച്ചു നോക്കേ. എടാ, ഇനി ഇവനെയാണോ വിളിക്കുന്നത്? അല്ലല്ല, പെണ്ണ. നീ അവനെ പിടിച്ച് മാറ്റില്ലേ, നിന്നു കൊടുക്കും. രണ്ട് പട്ടിക്കുട്ടികളോ, പപ്പി നായ് കുട്ടി പായ്. പണ്ട് 2 പട്ടികളാണ് കല്ലെടുത്തെറിയുന്നവനാ. ചിലപ്പോ ആ പട്ടികളുടെ കൊച്ചുങ്ങളായിരിക്കും അത്. നിന്റെ തലയിൽ എന്താ തലച്ചോറല്ലേ, മന്തിയാ? നിന്നോട് ആരെയും രാത്രി ഗുഡ് നൈറ്റ് പറയൂ? ഇല്ല. പക്ഷെ എന്നോട് പറയും. ആര്? കഴപ്പശാരെന്നൊരു കൊട്ടേഷൻ വന്നിട്ടുണ്ട്. ഒരു തന്നെ കയ്യം കുടിക്കണം. ഓടിക്കാം. ഭയങ്കര ബോറാവുന്ന കേട്ടാ ഇത്. എന്താടാ ഒരു പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ കൂട്ട്നെസ് കാണിക്കുന്ന എന്തിന്? ഓവറായ? ലേശം. ഇനിയില്ല. അവള് വിളിക്കുന്നു. ഇനിയില്ല. എന്താ ഇനിയില്ലെന്ന്? കിരിക്കാടന്റെ മുഖം വെച്ച് കിവി ഐസ്ക്രീം കാണിക്കുന്നു നോക്ക്.